ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഒരിക്കൽ കൂടി സീക്വൻസ് ആൻഡ് സീരീസിലെ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഈ 13ാമത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജോമെട്രിക് പ്രോഗ്രഷന്റെ പ്രത്യേകതകളാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ജോമെട്രിക് പ്രോഗ്രഷന്റെ ചില പ്രത്യേകതകൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതിൽ നമ്മൾ ജോമെട്രിക് പ്രോഗ്രഷൻ എന്താണെന്ന് പറഞ്ഞിരുന്നു, ജോമെട്രിക് പ്രോഗ്രഷന്റെ കോമൺ റേഷ്യോ എന്താണ്, അതിന്റെ എന്ത് ടേം കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമ്മൾ പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ അതിന്റെ എന്ത് സം ടു എൻ ടേംസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല പറഞ്ഞിരുന്നു. നമുക്ക് ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാം ഏതൊക്കെയാണ് പറഞ്ഞിരുന്നുള്ളത്. ഒന്ന് നമ്മൾ പറഞ്ഞിരുന്നത് കോമൺ റേഷ്യോ 6 കണ്ടുപിടിക്കാനുള്ള ഫോർമുല ആയിരുന്നു. ദാറ്റ് ഈസ് Tn/Tn-1 എന്ന് പറഞ്ഞൊരു ഫോർമുല ഒന്നാമത്. രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞിരുന്നത് നമ്പർ എന്ത് ടേം കണ്ടുപിടിക്കാനുള്ള ഫോർമുല ആണ് Tn = A × r⁻n−1. ദെൻ മൂന്നാമത് നമ്മൾ പറഞ്ഞിരുന്നത് സം ടു എൻ ടേംസ് ആണ്, Sn കണ്ടുപിടിക്കാനുള്ള ഫോർമുല. രണ്ട് ഫോർമുല ഉണ്ടായിരുന്നു, ar⁻n−1/r−1 if modulus of r is greater than 1 and Sn is equal to A × 1 - r⁻n/1 - r if modulus of r is less than 1. അങ്ങനെ രണ്ട് ഫോർമുലകൾ. പിന്നീട് നമ്മൾ പഠിച്ചത് സം ടു ഇൻഫിനിറ്റി കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ്. ഒരു ഡിക്രീസിങ് ജിപിക്ക് മാത്രമേ പറ്റുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ദാറ്റ് ഈസ് A/1 - r. അത് ഡിക്രീസിങ് ജിപിക്ക് മാത്രമേ ഉള്ളൂ എന്ന് കാണിക്കാൻ വേണ്ടി മോഡുലസ് ഓഫ് r ലെസ് ദാൻ 1 ആണെങ്കിൽ മാത്രമേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ചില കൂടുതൽ പ്രോപ്പർട്ടികളും കൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അടുത്ത ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ജിയോമെട്രിക് മീൻ ആണ്. ജിയോമെട്രിക് മീൻ നമ്മൾ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ പഠിച്ചപ്പോൾ അരിത്തമെറ്റിക് മീൻ ഡിഫൈൻ ചെയ്തതുപോലെ തന്നെ നമ്മൾ AM എന്നാണ് വിളിച്ചത്, അതുപോലെ നമ്മൾ GM എന്ന് വിളിക്കും. ജിയോമെട്രിക് മീൻ, അരിത്തമെറ്റിക് മീൻ ആൻഡ് ജിയോമെട്രിക് മീൻ. നമുക്കൊന്ന് നോക്കാം എന്താണെന്ന്. നമുക്കറിയാമല്ലോ, ഈ മൂന്ന് നമ്പേഴ്സ് നമ്മൾ എടുക്കുകയാണെന്ന് വിചാരിക്കാം. ഇഫ് A, B, C 3 നമ്പേഴ്സ്. ഇതൊരു GPയിലാണെങ്കിൽ if A, B, C are in GP, if A, B, C are in GP, then we know that the common ratio, അല്ലെ, GPയിലാണെങ്കിൽ common ratio ഉണ്ടാവും. common ratio എന്ന് പറഞ്ഞാൽ എന്താ? B/A, T2/T1, and that should be equal to T3/T2, C/B. That means ഇത് ക്രോസ് ചെയ്യുകയാണെങ്കിലോ B² is equal to AC എന്ന് വരും, അല്ലെ? Or we can say B is equal to square root of AC. That means നോക്കിക്കേ, ഈ ABC ഒരു ജോമെട്രി പ്രോഗ്രഷൻ ആണ് എങ്കിൽ അതിന്റെ മിഡിൽ ടേം എന്ന് പറഞ്ഞാൽ മറ്റ് രണ്ട് ടേമിന്റെ തൊട്ട് മുമ്പിലും പിൻപിലുമുള്ള ടേമുകളുടെ പ്രോഡക്റ്റുകളുടെ റൂട്ടാണ്. അപ്പോ B is equal to root of AC എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. സ്ക്വയർ റൂട്ട് ഓഫ് AC. അതിന് നമുക്ക് ഇങ്ങനെയും എഴുതാം, AC all⁻² എന്ന് എഴുതാം. ഇത് മാത്രമല്ല, ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ എടുത്ത് കാണിച്ചു തരാം. ഇപ്പോ നമ്മളൊരു GP എടുക്കുവാണെങ്കിൽ, ഇപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ 1, 2, 4, 8, 16, 32 ഇങ്ങനെ പോകുന്ന ഒരു GP. ഇതിന്റെ ഈ മിഡിൽ ടേം എന്ന് പറഞ്ഞാൽ നോക്കാം, ഈ രണ്ട് ടേമുകൾ എടുത്ത് എയും സിയുടെയും സ്ഥാനത്ത് ഈ രണ്ട് ടേമാണ്, അത് തമ്മിൽ ഗുണിക്കുക. AC എന്ന് പറഞ്ഞാൽ 1 × 4 all⁻² എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ആണല്ലോ, എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് 4 എന്നാണ്. ദാറ്റ്സ് ഈക്വൽ ടു 2 എന്ന് വരും. കണ്ട മക്കളെ, ഈ രണ്ട് ടേമുകളുടെയും ഈ AC all⁻² അതാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ മിഡിൽ ടേം എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മൾ ഈ രണ്ട് നമ്പർ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എയും ബിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജിയോമെട്രിക് മീൻ എന്ന് വിളിക്കും. ജിയോമെട്രിക് മീൻ. അരിത്തമെറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടോട് കൂട്ടിയിട്ട് /2 കണ്ടുപിടിക്കാം. ജിയോമെട്രിക് മീൻ. ഇപ്പോ നമ്മൾ 3 നമ്പേഴ്സ് ആണ് വിചാരിക്കുക, എയും ബിയും സിയും 3 നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അത് തമ്മിൽ 3ഉം കൂടെ ആവറേജ് കണ്ടുപിടിക്കാന്ന് പറയാം. അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കാൻ നമുക്കറിയാലോ, എയും ബിയും സിയും കൂടെ കൂട്ടിയിട്ട്, അല്ലെ, A+B+C 3 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അതാണല്ലോ അതിന്റെ അരിത്തമെറ്റിക് മീൻ, അല്ലെ, ആവറേജ് എന്ന് പറയും. അതുപോലെ ജോമെട്രിക് മീൻ എന്ന് പറഞ്ഞാൽ ഇത് 3ഉം കൂടെ ഗുണിച്ചിട്ട് അതിന്റെ ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കും, all⁻³
ഇതാണ് 3 നമ്പേഴ്സിന്റെ ജോമെട്രിക് മീൻ. 4 നമ്പേഴ്സിന്റെ അരിത്മെറ്റിക് മീൻ ആണെങ്കിലോ 4 കൂടെ കൂട്ടുക ഡിവൈഡഡ് ബൈ 4 കണ്ടുപിടിക്കുക. അപ്പൊ 4 നമ്പേഴ്സിന്റെ ജോമെട്രിക് മീൻ എന്ന് പറഞ്ഞാൽ 4 കൂടെ ഗുണിക്കുക ഓൾ റേസ് ടു 1/4 കണ്ടുപിടിക്കുക. അപ്പൊ ഇങ്ങനെയാണ് ജോമെട്രിക് മീൻ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു വന്നതാണ് ഈ 1 2 4 8 16 ഇങ്ങനെ പോകുന്നതിന്റെ ഈ 2 നമ്പേഴ്സിന്റെ ജോമെട്രിക് മീൻ എന്ന് പറയുന്നതാണ് 2 എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് ഈ 2ന്റെ 8ന്റെ കൂടെ ജോമെട്രിക് മീൻ നോക്കാം. 2ന്റെ 8ന്റെ കൂടെ ജോമെട്രിക് മീൻ എന്ന് പറഞ്ഞാൽ 2 × 8 16 ആണ്. അതിന്റെ റൂട്ട് എടുത്താൽ നമുക്ക് ഈ ടൈം കിട്ടും 4. ഇനി നമുക്ക് ഇത് നമ്മൾ നോക്കാം. 4ന്റെയും 16ന്റെയും കൂടെ ജോമെട്രിക് മീൻ 4 × 16 64 ആണ്. അതിന്റെ റൂട്ട് എടുത്താൽ നമുക്ക് 8 കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നതിന്റെ പ്രത്യേകത, ഒരു ജോമെട്രിക് പ്രോഗ്രഷനിലെ ഓരോ ടേമുകളും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ ടേം എല്ലാം അതിന്റെ തൊട്ട് മുൻപിലും പിൻപിലും ഉള്ളതിന്റെ ജോമെട്രിക് മീൻ. അപ്പൊ ജോമെട്രിക് മീൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പറഞ്ഞല്ലോ, 2 നമ്പറിന്റെ ജോമെട്രിക് മീൻ എന്ന് പറഞ്ഞാൽ 2 കൂടെ ഗുണിക്കുക അതിന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുക. 3 നമ്പർ ആണെങ്കിൽ 3 കൂടെ ഗുണിക്കുക അതിന്റെ ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കുക. 4 നമ്പർ ആണെങ്കിൽ 4 കൂടെ ഗുണിക്കുക ഫോർത്ത് റൂട്ട് കണ്ടുപിടിക്കുക. അപ്പൊ നമ്മളുടെ ഡിസ്കഷൻ നമുക്ക് പഠിക്കാനുള്ളത് സ്ക്വയർ റൂട്ടിന്റെ മാത്രമേ ഉള്ളൂ. അപ്പോൾ 2 നമ്പറിന്റെ ജോമെട്രിക് മീൻ ഇപ്പൊ നമ്മുടെ നിലയിൽ നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ 2 നമ്പറിന്റെ ജോമെട്രിക് മീൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അത് 2 കൂടെ ഗുണിക്കുക സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുക. അപ്പൊ രണ്ടും എല്ലാ ടേമുകളും എടുത്താൽ 2 എന്ന് പറഞ്ഞാൽ 1ന്റെയും 4ന്റെയും സ്ക്വയർ റൂട്ട് ആണ്. 2ന്റെ 4 എടുക്കുവാണെങ്കിൽ 2ന്റെ 8ന്റെയും കൂടെ പ്രോഡക്റ്റ് എടുത്താൽ അതിന്റെ സ്ക്വയർ റൂട്ട് ആണ്. അങ്ങനെയാണ് അതിന്റെ പോകുന്നത്. അപ്പൊ ഇത് എങ്ങനെയാണ് എന്ന് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ മക്കളെ, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 നമ്പേഴ്സിന്റെ ജോമെട്രിക് മീൻ എന്ന് പറഞ്ഞാൽ എന്താണ്. ഇപ്പോ എ ബി സി, ഇഫ് എ ബി സി ആർ ഇൻ GP, then B is the geometric mean of A and C. B is equal to root of AC. ഇത് ഇതിന്റെ പ്രത്യേകതയാണ്. അപ്പൊ അതിനു മുമ്പ് ആദ്യം ജോമെട്രിക് മീൻ എന്നാന്ന് എഴുതും. ഓക്കെ, അപ്പൊ ഒന്ന് എഴുതിക്കോളൂ. ഇത് ജോമെട്രിക് മീൻ GM, the geometric mean GM of 2 numbers A and B. എയുടെയും ബിയുടെയും കൂടെ ജോമെട്രിക് മീൻ. If the geometric mean GM of 2 numbers A and B is GM is equal to A into B all raised to 1/2, or GM is equal to square root of AB. ഇതാണ് നമുക്ക് ഇപ്പൊ പഠിക്കാനുള്ളത്. വേണമെങ്കിൽ ഒരു നോട്ടായിട്ട് ഇങ്ങോട്ടൊന്ന് എഴുതിക്കോളൂ. നോട്ട് നമ്പർ 1, the geometric mean of GM of A B C is GM is equal to A into B into C all raised to 1/3. 3 നമ്പേഴ്സ്. 4 ആണെങ്കിൽ all raised to 1/4 വരും. 4 കൂടെ ഗുണിക്കുക, അത്രയേ ഉള്ളൂ. അപ്പൊ ജോമെട്രിക് മീൻ എന്താണെന്ന് എഴുതിയല്ലോ. 2 നമ്പേഴ്സിന്റെ ജോമെട്രിക് മീൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ GM is equal to square root of A into B. അതാണ് GM. ഇനി എഴുതിക്കോളൂ നോട്ട് നമ്പർ 2. If A, B, C are in GP, then B is the geometric mean. Words എഴുതിയാൽ മതി. Then B is the geometric mean of A and C. B is the middle term, that is the B. B is the geometric mean of A and C. That is, if ABC are in GP, then B is equal to square root of A into C, square root of AC. Yes. So next, one more note number 4. Sorry, 3. Note number 3. Note number 3. In a GP, each term is the geometric mean of the, in a GP, each term is the geometric mean of the previous term and the next term. In a GP, each term is the
geometric mean of the previous term and the next term. Therefore, the geometric progression is also called a sequence of geometric means. Geometric progression is also called a sequence of geometric means. Okay. Then note number 4. നമുക്ക് ഈ ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ മക്കളെ, അരിത്തമെറ്റിക് മീൻ പറഞ്ഞു രണ്ട് നമ്പേഴ്സിൻ്റെ. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ എടുക്കാം. ഇപ്പോൾ രണ്ട് നമ്പേഴ്സ് 2, 6, ഈ രണ്ട് നമ്പേഴ്സിൻ്റെ അരിത്തമെറ്റിക് മീൻ എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും നമുക്ക് നോക്കാം. അരിത്തമെറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, AM എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ കൂട്ടുക ഡിവൈഡഡ് ബൈ 2 ആണ്. ഇപ്പോൾ 2 + 6/2 8/2 ദാറ്റ്സ് ഈക്വൽ ടു 4 എന്ന് വരും അല്ലേ. ഇനി നമ്മൾ ഇതിന്റെ GM എടുക്കാന്ന് എനിക്ക് ജോമെട്രിക് മീൻ. ഇപ്പൊ 2 × 6 എന്ന് വരും അല്ലെ. 2 × 6 അതിന്റെ റൂട്ട് എടുക്കണം. റൂട്ട് ഓഫ് 12 നമുക്കറിയാം. റൂട്ട് ഓഫ് 16 എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പോൾ റൂട്ട് ഓഫ് 12 എന്ന് പറഞ്ഞാൽ 16 കഴിഞ്ഞ് ചെറുതായതിനാൽ <4 ആയിരിക്കും അല്ലെ. അപ്പൊ ഇവിടെ അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നതായിരിക്കും വലുത് ജോമെട്രിക് മീനെ കഴിഞ്ഞ്. കറക്റ്റ്. ഓക്കെ. ഇനി നമുക്ക് വേറെ രണ്ട് നമ്പർ എടുക്കാം. ഇപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 3 and 12 രണ്ട് നമ്പേഴ്സ്. ഇത് രണ്ടിന്റെയും കൂടെ അരിത്തമെറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. AM എന്ന് പറഞ്ഞാൽ AM is equal to 12 + 3 15 15/2 അല്ലെ. 12 + 3/2 15/2 നമുക്കറിയാം 7.5 ആണ്. ജോമെട്രിക് മീൻ എടുത്താലോ, ദാറ്റ് ഈസ് 3 × 12 3 × 12 അതിന്റെ റൂട്ടാണ് 6 റൂട്ട് ഓഫ് 36 വരും. ദാറ്റ് ഈസ് 6 ആണ്. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും AM ഈസ് ഗ്രേറ്റർ ദാൻ GM ആണ്. ഇതൊരു GPയുടെ വലിയ പ്രത്യേകതയാണ്. ചില സന്ദർഭങ്ങളിൽ വേണമെങ്കിൽ അത് ഈക്വൽ ടൂവും വരാം, മാക്സിമം പോരാ. അപ്പോൾ രണ്ട് നമ്പേഴ്സ് എടുത്താൽ, ഏത് രണ്ട് നമ്പേഴ്സ് എടുത്താലും ആ നമ്പേഴ്സിന്റെ അരിത്തമെറ്റിക് മീൻ ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജോമെട്രിക് മീൻ. ദാറ്റ് ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ AM ആൻഡ് GM. അപ്പോൾ ഇത് നമുക്കൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. നോട്ട് നമ്പർ 4 ആയിട്ട് എഴുതിക്കൊള്ളുക. If A and B be any two numbers, if A and small a and small b, A and B be any two numbers, then their arithmetic mean AM, words എഴുതിയാൽ മതി. Always arithmetic mean AM is always greater than or equal to, words തന്നെ എഴുതിയാൽ മതി, greater than or equal to their geometric mean. That is AM greater than or equal to GM. AM greater than or equal to GM. ഓക്കെ. ഇപ്പോൾ ചില കേസിൽ അപൂർവമായിട്ട് അത് ഈക്വൽ ടു വരാം, അല്ലാത്ത കേസിലെല്ലാം അത് നമുക്കറിയാം അത് എപ്പോഴും. ഇപ്പം നമ്മൾ രണ്ട് നമ്പേഴ്സ് എടുക്കുക, 4 and 4. 4ന്റെയും 4ന്റെയും കൊണ്ട് അരിത്തമെറ്റിക് എടുക്കുകയാണെങ്കിൽ 4 + 4/2 ദാറ്റ് ഈസ് 8/2 4 എന്ന് വരും അരിത്തമെറ്റിക് മീൻ AM. ജോമെട്രിക് മീൻ എടുത്തു കഴിഞ്ഞാൽ 4 × 4 അതിന്റെ റൂട്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു 16. അപ്പോൾ 16ന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 4 ആണ്. അപ്പൊ ഇതും മാക്സിമം പോയാൽ അത് ഈക്വൽ ആയിട്ട് വരാം. അപ്പൊ ഈ കേസിൽ രണ്ടും സെയിം ആണ്. അപ്പോൾ എല്ലാ കേസിലും അങ്ങനെ വരുള്ളൂ. ഒന്നുകിൽ മാക്സിമം പോയാൽ ഈക്വൽ ആവും. ഓൾവേസ് അരിത്തമെറ്റിക് മീൻ ആയിരിക്കും എപ്പോഴും വലുത്. എപ്പോഴും ജോമെട്രിക് മീനെ കഴിഞ്ഞും വലുത് എപ്പോഴും അരിത്തമെറ്റിക് മീൻ ആയിരിക്കും. ആ ഒരു പ്രോപ്പർട്ടി നമ്മളൊന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. അത് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ മക്കളെ, ഇത്രയും ഭാഗമാണ് നമുക്ക് ഇതിന്റെ തിയറി പാർട്ടായിട്ട് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മുടെ മനസ്സിലുണ്ടാകണം. ഇത് വെച്ചുള്ള പ്രോബ്ലത്തിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, ഹിയർ ഈസ് ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മൾ ഏൽപ്പിക്കാതെ നമ്മൾ 39 പ്രോബ്ലംസ് ചെയ്തിരുന്നു. അപ്പോൾ 40ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ചെയ്യാം. GPയുടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് find the 10th and nth tens of the GP
5, 25, 125, etc. Find the 10th and nth terms. ഓക്കെ, അപ്പോൾ നമുക്ക് അതിന്റെ സൊല്യൂഷനിലേക്ക് പോകാം. ഇതൊരു ഓഫ് ദി ജി പി എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അത് ഇതിന്റെ കോമൺ റേഷ്യോ ഉണ്ടാവുമല്ലോ. ഈ ജി പിയുടെ ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? 5 ആണ് അല്ലേ? ഇനി നമുക്ക് ആർ മീൻസ് കോമൺ റേഷ്യോ കണ്ടുപിടിക്കണം. വാട്ട് ഈസ് ആർ? T2 by T1 അല്ലേ? That is 25/5. That's equal to 5. ഇത് തന്നെയാണ് നമ്മൾ അടുത്ത ടൈം കണ്ടുപിടിച്ചാൽ തന്നെ കിട്ടും. അപ്പോൾ അത് നമ്മൾ നോക്കണ്ട. അപ്പോൾ ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ 5, കോമൺ റേഷ്യോ എന്ന് പറഞ്ഞാലും 5 തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് എന്താണ്? ഇതിന്റെ nth ടേം കണ്ടുപിടിക്കേണ്ടത്. What is nth term? Formula is AR raised to n minus 1. That is 5 into 5 raised to n minus 1. ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് സിംപ്ലിഫൈ ചെയ്തെടുക്കാം. കാരണം ഇത് 5 raised to 1 എന്ന് വേണം എഴുതാം. അപ്പോൾ a raised to m into a raised to n is a raised to m plus n. ആ ഫോർമുല അപ്ലൈ ചെയ്യാം. So 1 plus n minus 1 എന്ന് എഴുതാം. That is 5 raised to n. Okay, so Tn is equal to 5 raised to n. ഓക്കെ മക്കളെ, അപ്പോൾ T10 ചോദിച്ചിട്ടുണ്ട്. സോ വാട്ട് ഈസ് T10? Tn is 5 raised to n ആണെങ്കിൽ T10 is 5 raised to 10. That's enough. 5 raised to 10 എന്ന് പറഞ്ഞാൽ അത് മൾട്ടിപ്ലൈ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അതിഭീകരമായ ഒരു നമ്പറായി മാറും. 5നെ 10 തവണ മൾട്ടിപ്ലൈ ചെയ്യണം. നമുക്കറിയാം 5നെ 3 തവണ മൾട്ടിപ്ലൈ 2 തവണ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 25 ആവും. 4 തവണ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 625 ആവും. അപ്പോൾ അങ്ങനെ അതിനെ 10 തവണ മൾട്ടിപ്ലൈ ചെയ്താൽ വലിയ ഹ്യൂജ് നമ്പർ. So no need to simplify that. It's enough to write it as T10 is equal to 5 raised to 10. Okay, മനസ്സിലായല്ലോ മക്കളെ? Yes. So next question, find the 20th and nth terms of a GP. 5/2, 5/4, 5/8, etc. We have to find the 20th and nth terms. 20th term ആണെങ്കിൽ നമ്മൾ നേരത്തെ ഇതുപോലുള്ള ഒരു ക്വസ്റ്റൻ ആണ്. അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് A കണ്ടുപിടിക്കാം. What is A? First term 5/2. Okay, ഇനി R കണ്ടുപിടിക്കുന്നത് കോമൺ റേഷ്യോ ഈസ് T2 divided by T1. T2 is 5/4 divided by 5/2, right? Yes. So that is 5/4 into അല്ലേ, ഡിവൈഡ് ചെയ്യുന്നതിന് പകരം റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. into 2 divided by 5. 5 കട്ടാവും. 2ഉം 4ഉം കൊണ്ട് വെട്ടുമ്പോൾ താഴെ 2 വരും. So it's equal to 1/2. So that is R. അപ്പോൾ A ആയി R ആയി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? നമുക്ക് വേണ്ടത് nth ടേം ആണ്. Tn. ഫോർമുല ഈസ് AR raised to n minus 1. That is A is 5/2 into 1/2 raised to n minus 1. Okay, so that's equal to 5/2 into 1 raised to n minus 1 divided by 2 raised to n minus 1. Okay, 1 raised to any number is 1. So 5 into 1 by 2 raised to 1 into 2 raised to n minus 1. Okay, so that's equal to 5 into 1 is 5 divided by a raised to m into a raised to n is a raised to m plus n. So it is 1 plus n minus 1. So that's equal to 5 by minus 1 plus 1 cancel ആയി പോകും, 2 raised to n. So 5 divided by 2 raised to n. That is Tn. Okay മക്കളെ? Yes. ഇനി നമുക്ക് വേണ്ടത് 20th ടേം ആണ്. ഈ Tn കിട്ടിക്കഴിഞ്ഞാൽ 20th ടേം കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം Tn കണ്ടുപിടിച്ചത്. ജസ്റ്റ് n ന് പകരം 20 കൊടുത്താൽ മതിയല്ലോ. തിരിച്ച് 20th ടേം കണ്ടുപിടിച്ചിട്ട് പിന്നെ Tn കണ്ടുപിടിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ ഇതാണെങ്കിൽ നമുക്ക് ഇത്തിരി കൂടെ എളുപ്പമുണ്ട്. അതുകൊണ്ടാണ് nth ടേം കണ്ടുപിടിച്ചത്. അപ്പോൾ Tn കിട്ടി 5/2 raised to n. So T20 is equal to 5/2 raised to 20. That's the value. So T20 is equal to 5/2 raised to 20. Okay, so that is the value. Here is the next question, question number 42. In a GP, the third term is 24 and the sixth term is 192. Find the 10th term. Okay, അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റനിലേക്ക് ഒന്ന് പോകാം. ക്വസ്റ്റനിൽ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. GP third term എന്ന് വെച്ചാൽ T3 എന്ന് വിളിക്കാം അല്ലേ? T3 is 24 and the sixth term, that means T6 is equal to 192.
have to find T10. T10ന്റെ ഫോർമുല നമുക്കറിയാമല്ലോ, AR raised to n minus 1 ആണ്. 10 minus 1 that is 9. AR raised to 9. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. T10 is equal to AR raised to 9. അപ്പോൾ നമുക്ക് എയും വേണം ആറും വേണം എങ്കിൽ നമുക്ക് T10 കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് T3യുടെ ഫോർമുല എഴുതാം മക്കളെ. T3 is AR square is equal to 24 അല്ലേ. T3യുടെ ഫോർമുല AR square. And this implies AR raised to 5 that's equal to 192. And we can call it as equation number 1, this as equation number 2. ഈ രണ്ട് ഇക്വേഷൻസ് നമ്മുടെ കൈവശം ഇപ്പോഴുള്ളൂ. ഇത് ഉപയോഗിച്ച് വേണം നമുക്ക് എയും ആറും കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് ഈ ഇക്വേഷൻ നമ്പർ 2നെ ഇക്വേഷൻ നമ്പർ 1 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 എന്ന് പറഞ്ഞാൽ ഇതാണ് മക്കളെ, AR raised to 5 ഡിവൈഡഡ് ബൈ ഈ ലെഫ്റ്റ് സൈഡ് ഡിവൈഡ് ചെയ്യുമ്പോൾ AR സ്ക്വയർ എന്ന് വരും. This is 192 divided by 24. Okay, just replace the values. ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എയും എയും കട്ടായി പോകുമല്ലോ. ഇത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 8 എന്ന് കിട്ടും. 24 × 8 നമുക്ക് 20 × 8 160 ആണ്. 4 × 8 32 ആണ്. അപ്പോൾ 160 32 192 വരും. ഇനി ഇതിനകത്ത് നമുക്ക് മിച്ചം വരുന്ന R raised to 5 by R square ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് A raised to m divided by A raised to n is A raised to m minus n എന്നൊരു ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ആ ഫോർമുല അപ്ലൈ ചെയ്യുകയാണ്. R raised to 5 by R square എന്ന് പറഞ്ഞാൽ R raised to 5 minus 2 എന്നാണ്. That's equal to 8. ഓക്കെ, R raised to 5 minus 2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ R cube എന്നാണ് അല്ലേ. R cube is equal to 8. R cube is equal to 8 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം R എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, ഏതോ ഒരു നമ്പറിന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 8 ആണ്. ഈ 8നെ വേണമെങ്കിൽ നമുക്ക് 2 ക്യൂബ് എന്ന് എഴുതില്ലേ. 2 × 2 4 × 2 8. അപ്പൊ R ക്യൂബ് എന്ന് പറഞ്ഞാൽ 2 ക്യൂബ് ആണെങ്കിൽ R എന്ന് പറഞ്ഞാൽ 2 ആണല്ലോ. അപ്പോൾ നമുക്ക് R-ന്റെ വാല്യൂ കിട്ടി. കണ്ടോ, മനസ്സിലായോ കിട്ടിയത് എങ്ങനെയാണ്? ജസ്റ്റ് നമ്മൾ ഡിവൈഡ് ചെയ്തൊന്ന് സിംപ്ലിഫൈ ചെയ്തു. അപ്പോൾ R is equal to 8 എന്ന് കിട്ടി. ഇനി നമുക്ക് എയും കൂടെ വേണം. എ കിട്ടാൻ വേണ്ടി നമുക്ക് ഏതെങ്കിലും ഒരു ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നമുക്ക് ഫോർ ദി ടൈം ബീങ് ഇക്വേഷൻ നമ്പർ 1-നകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇക്വേഷൻ നമ്പർ 1 എന്ന് പറഞ്ഞാൽ ഇതാണല്ലോ, AR സ്ക്വയർ എന്ന് പറഞ്ഞാൽ 24 ആണ്. അപ്പൊ നമുക്ക് ഇതിന്റെ വാല്യൂ കൊടുക്കാം. That is A into 2 square, R-ന് പകരം വാല്യൂ കൊടുത്തു, is equal to 24. That is A into 2 square is 4 is equal to 24. That means A is equal to 24 divided by 4, that's equal to 6. അപ്പോൾ R equal to 2 കിട്ടി, A equal to 6 കിട്ടി. ഓക്കെ മക്കളെ, ഇനി നമുക്ക് വേണ്ടത് T10 ആണ്. T10 formula is AR raised to 9. That is 6 into 2 raised to 9. 2 raised to 9 എന്ന് പറഞ്ഞാൽ അതൊന്ന് നമ്മൾ നേരത്തെ ഒരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. 2ന്റെ പവേഴ്സ് ഓർക്കണം. 2 raised to 1 is 2. 2 square is equal to 4. നമുക്ക് ആവശ്യമുള്ളതാണ്. 2 cube is equal to 8. 2 raised to 4 എന്ന് പറഞ്ഞാൽ 16 ആണ്. 2 raised to 5 എന്ന് പറഞ്ഞാൽ 32 ആണ്. Then 2 raised to 6 എന്ന് പറഞ്ഞാൽ 64. 2 raised to 7 എന്ന് പറഞ്ഞാൽ 128. 2 raised to 8 എന്ന് പറഞ്ഞാൽ 256. 2 raised to 9 എന്ന് പറഞ്ഞാൽ 512. And 2 raised to 10 എന്ന് പറഞ്ഞാൽ 1024. This is the value. Okay. അപ്പോൾ നമുക്ക് 2 raised to 6നെ വേണമെങ്കിൽ നമുക്കൊന്ന് എളുപ്പത്തിൽ വേണമെങ്കിൽ നമുക്ക് 3 into 2 എന്ന് എഴുതാം. into 2 raised to 9. അങ്ങനെ എഴുതിയാൽ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് 3 into ഇത് 2 raised to 9 പിന്നെ ഒരു 2 കൂടാണ്, അതിന് നമുക്ക് 2 raised to 10 എന്ന് എഴുതാം. So the value is 3 into 2 raised to 10. So 3 into 2 raised to 10, that we know. What is 2 raised to 10? That is 2 raised to 10 is 1024. Okay.
So let us multiply this. 3 into 10, 1024. That is 3 into 1000 is 3000. Then 3 into 24 is, or 3 into 20 is 60. Then 3 into 4 is 12. Let us add these three numbers. That is 3 into 10,000 means 3000. 3000. 24 into 3 is 72. So the value is 3072. That's our T10. Okay, got it? So we are asked to find the value of T10. So we just find the value. Of T10. T10 is 3072. Okay, got it? Okay, so this is an important question. So we are eliminating A and R from the given conditions using the given conditions. The given conditions are the 6th term and the 3rd term. That's are given. So 3rd term is 24 and 6th term is 192. From that two given condition, we are eliminating the value of A as well as R. So using that value, we can find any value. If we know the value of R and A, then we can calculate the values of any term. We can find any term regarding the GP. Okay, so got it? Okay, so let us move on to the next question, question number 43. Okay, here is the 43rd. Find the 12th term of a GP. 12th term. T12 കണ്ടുപിടിക്കണം. തന്നിരിക്കുന്നത് 8th term. T8 തന്നിട്ടുണ്ട് 192. Whose 8th term is 192. And the common ratio, that means R is equal to 2, directly given R. So നമുക്ക് വേണ്ടത് T12 ആണ്. T12 എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാമല്ലോ, എയും ആറും വേണം എന്ത് കണ്ടുപിടിക്കണം അന്നേരം. അപ്പൊ ഇനി നമുക്ക് ഇത് ആകെ തന്നിരിക്കുന്ന ഈ രണ്ട് കാര്യങ്ങളാണ്. T8 എന്ന് പറഞ്ഞാൽ ഫോർമുല നമുക്ക് അറിയാമല്ലോ. So T8 is equal to 192. That implies A R raised to 7, right? Is equal to 192. R നമുക്ക് അറിയാം. So that implies A into 2 raised to 7 is equal to 192. So what is A? So A is equal to 192 divided by 2 raised to 7. ഇങ്ങനെ വരുമ്പോൾ ഈ നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ 192നെ ഒന്ന് ഫാക്ടറൈസ് ചെയ്യാം. പണ്ട് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം 96 അല്ലേ? 2 കൊണ്ട് then 48, 2 കൊണ്ട് 24, 2 കൊണ്ട് വീണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ 12 വരും, വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 6 വരും, വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 വരും. ഇനി നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഈ 192നെ വേണമെങ്കിൽ നമുക്ക് ഒരു 3 ഉണ്ട്, പിന്നെ 2 into 2 into 2 into 2 into 2 into 2. That means 1, 2, 3, 4, 5, 6, 2 raised to 6 ഉണ്ട് അല്ലേ? ഡിവൈഡഡ് ബൈ 2 raised to 7. അപ്പൊ ഇതിനെ നമുക്ക് ഇന്ന് സിംപ്ലിഫൈ ചെയ്യാം. So that is equal to 3 in divided by, മേളിൽ 2 raised to 6 ആണ് മേളിലുള്ളത്, താഴെ നമുക്ക് 2 raised to 7 ഉണ്ട്. സോ ഇത് താഴോട്ട് വരുവാണെങ്കിൽ 2 raised to 6 ആണ്. 2 raised to 6 താഴോട്ട് വരുവാണെങ്കിൽ 2 raised to -6 ആവും. ഇവിടെ ഓൾറെഡി നമ്മുടെ കയ്യിൽ 2 raised to 7 ഉണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2 raised to 7 -6 എന്ന് എഴുതാം. അതായത് 2 raised to 6നെ താഴെ വന്നപ്പോൾ a raised to m by a raised to n എന്നുള്ള a raised to m minus n എന്നായി. അപ്പോൾ 7 - 6 എന്നായി. ഇത് മേളിലേക്ക് കൊണ്ടുപോകണമെങ്കിലും കുഴപ്പമൊന്നുമില്ല. മേളിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ 6 - 7 എന്ന് വരും, -1 വരും. അപ്പോൾ നമുക്ക് അത്തരത്തിൽ ഇവിടെ ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 by 2 raised to 7 - 6 എന്ന് പറഞ്ഞാൽ 2 raised to 1 വരും. ദാറ്റ് ഈസ് 3/2 എന്ന് വരും. അപ്പോൾ a എന്ന് പറഞ്ഞാൽ 3/2 ആണ്, r എന്ന് പറഞ്ഞാൽ 2 ആണ്. സോ വാട്ട് ഈസ് T12? ഫോർമുല ഈസ് A R raised to 11. That is A 3/2 into 2 raised to 11. Okay, 2 raised to 11. That implies 3 into 2 raised to 11 minus 2 എന്ന് എഴുതാം. ശരിയല്ലേ? സോറി, -1 നമുക്ക്, കാരണം ഇത് A raised to 2 raised to 11 ഉണ്ട്, ഇവിടെ 2 raised to 1 ഉണ്ട്. അത് മുകളിൽ ചെല്ലുമ്പോൾ 2 raised to 11 minus 1 എന്നാവും. ദാറ്റ് ഈസ് 3 into 2 raised to 10 എന്നാവും. ഓക്കെ,
ഈ 2 നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു 1024 ആണ്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ പറഞ്ഞത് 3072. ഓക്കെ, നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതുപോലെ തന്നെയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ മക്കളെ, അപ്പോൾ മനസ്സിലായോ? നിങ്ങളൊന്നുകൂടെ ഒന്ന് റിമൈൻഡ് ചെയ്ത് കണ്ടാൽ മതി, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. അപ്പോൾ ഇത്തരത്തിൽ എയും 6 ഉണ്ടെങ്കിൽ നമുക്ക് എന്തും കണ്ടുപിടിക്കാവുന്ന അതാണ് ഒരു GPയുടെ. അപ്പോൾ എയും 6 കണ്ടുപിടിക്കാനുള്ള ചില ടെക്നിക്കുകളാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ മക്കളെ? അപ്പോൾ ഇനി ഇതിന്റെ കൂടുതൽ പ്രോബ്ലംസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ വീണ്ടും പ്രാക്ടീസ് ചെയ്യാം, ഫോർമുലകൾ ഒന്നും കൂടെ റിവൈൻഡ് ചെയ്യാം. അപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. Till then, goodbye.